ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ നെയ്മറുടെ ക്ലബ്ബായ സാന്റോസിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. സമനില വഴങ്ങുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. സ്പോർട്ട് റെസിഫെ എന്ന ക്ലബ്ബ് 2-2 എന്ന നിലയിലാണ് സാന്റോസിനെ സമനിലയിൽ തളച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സാന്റോസ് ശക്തമായ ഒരു തിരിച്ചുവരവാണ് നടത്തിയിട്ടുള്ളത്. 2 ഗോളുകൾക്ക് പിറകിൽ നിന്നതിന് ശേഷം 2 ഗോളുകൾ തിരിച്ചടിക്കാൻ അവർക്ക് സാധിക്കുകയായിരുന്നു. മത്സരത്തിന്റെ 4ാമത്തെ മിനിറ്റിൽ സ്പോർട്ട് റെസിഫെ ലീഡ് കണ്ടെത്തി. പിന്നീട് ആദ്യ പകുതിയുടെ അവസാനത്തിൽ സാന്റോസിന്റെ താരമായ തോമസ് റിങ്കൺ റെഡ് കാർഡ് കണ്ട് പുറത്തു പോവുകയായിരുന്നു. ഇതോടുകൂടി സാന്റോസ് 10 പേരായിക്കൊണ്ട് ചുരുങ്ങി. പിന്നീട് 70ാമത്തെ മിനിറ്റിൽ സാന്റോസ് മറ്റൊരു ഗോൾ കൂടി വഴങ്ങി. ഇതോടുകൂടി അവർ തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ പിന്നീട് 2 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് അവർ സമനില വാങ്ങുകയായിരുന്നു. ബോന്റെമ്പോ, ബാസോ എന്നിവരായിരുന്നു സാന്റോസിന് വേണ്ടി ഗോളുകൾ നേടിയത്. നെയ്മർ ജൂനിയർ ഈ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. ഗോളുകളോ അസിസ്റ്റുകളോ അദ്ദേഹം നേടിയിട്ടില്ല. പക്ഷെ നിറഞ്ഞു കളിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെയാണ് ഈ മത്സരത്തിൽ ഇപ്പോൾ സാന്റോസ് സമനില നേടിയെടുത്തിട്ടുള്ളത്. നിലവിൽ 16ാം സ്ഥാനത്താണ് സാന്റോസ് ഉള്ളത്. 16 മത്സരങ്ങളിൽ നിന്ന് 15 പോയിന്റാണ് അവർക്കുള്ളത്. പോയിന്റ് പട്ടികയിലെ ഏറ്റവും അവസാന സ്ഥാനക്കാർക്കെതിരെയാണ് ഇപ്പോൾ സാന്റോസ് ഈ ഒരു മത്സരത്തിൽ സമനില വഴങ്ങിയിട്ടുള്ളത്. ഇന്ന് അമേരിക്കൻ ലീഗിൽ നടന്ന മത്സരത്തിൽ ഇന്റർ മയാമിയും സിൻസിനാറ്റിയും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഈ മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2 ടീമുകൾക്കും ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല. മത്സരത്തിൽ ആധിപത്യം പുലർത്തിയത് ഇന്റർ മയാമി തന്നെയാണ്. കൂടുതൽ അറ്റാക്കുകൾ നടത്തിയത് മയാമി തന്നെയാണ്. പക്ഷേ ഗോളുകൾ നേടാൻ സാധിക്കാതെ പോവുകയായിരുന്നു. സസ്പെൻഷൻ മൂലം മെസ്സിക്ക് ഈ മത്സരത്തിൽ കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ ആൽബക്കും സസ്പെൻഷൻ ആയിരുന്നു. ലൂയിസ് സുവാരസ് ഈ ഒരു മത്സരത്തിൽ കളിച്ചിരുന്നു എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ പോയിന്റ് പട്ടികയിൽ ഇന്റർ മയാമി 5ാം സ്ഥാനത്താണ്. 22 മത്സരങ്ങളിൽ നിന്ന് 42 പോയിന്റാണ് ഇപ്പോൾ അവർക്കുള്ളത്. മറ്റൊരു സൗഹൃദ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. വെസ്റ്റ് ഹാം യുണൈറ്റഡിനെയാണ് 1-2 ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. യുണൈറ്റഡിന് വേണ്ടി ബ്രൂണോ ഫെർണാണ്ടസ് ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് തിളങ്ങുകയായിരുന്നു. വെസ്റ്റ് ഹാമിന്റെ ഗോൾ ബോവനാണ് നേടിയിട്ടുള്ളത്. മത്സരത്തിന്റെ 5ാമത്തെ മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസ് പെനാൽറ്റിയിലൂടെ ഗോൾ കണ്ടെത്തി. പിന്നീട് 52ാമത്തെ മിനിറ്റിലാണ് ബ്രൂണോയുടെ മറ്റൊരു ഗോൾ പിറന്നത്. കോബി മൈനു ആയിരുന്നു ആ ഗോളിന് അസിസ്റ്റ് നൽകിയിരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു സൗഹൃദ മത്സരത്തിൽ വെസ്റ്റ് ഹാം യുണൈറ്റഡിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോ അടുത്ത സൗഹൃദ മത്സരത്തിൽ ബേൺമൗത്ത് ആണ് അവരുടെ എതിരാളികൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു മേഖലയും കാണാം.